ഇന്ന് നമ്മൾ 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. പൊരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പൊരി ഒരേപോലെ കഴിക്കുമ്പോൾ കുറച്ചൊരു വ്യത്യാസത്തിന് വേണ്ടി നല്ലൊരു കർമുറ ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു എണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. തീ ഒന്നില്ലെങ്കിൽ ഓഫാക്കി ഇട്ടാൽ മതി, എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ചൊരു കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കുക. അത് നമുക്ക് എത്രത്തോളം കടിക്കാൻ ഇഷ്ടമാണ് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി, പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. പിന്നെ തീ കുറച്ച് തന്നെ വെച്ചാൽ മതി കേട്ടോ, കാരണം പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ വറുത്ത് കുറച്ച് മസാലയായിട്ട് വാങ്ങിയത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഇട്ട് കൊടുത്താണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ കപ്പലണ്ടി കുറച്ച് വറുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ കാഷ്യൂ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. കാഷ്യൂ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ, കാരണം ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ നല്ലതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചൂടാക്കി എടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്കൊരു 2 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാട് വേണ്ട കേട്ടോ, കാരണം പൊരിയിൽ പാകത്തിനുള്ള ഉപ്പ് അതിലുണ്ടാവും. പിന്നെ ഇതിലേക്കുള്ള ഒരു ഇത്തിരി മാത്രം മതിയാകും. ഇനിയാണ് ഇതിലേക്കുള്ള പൊരി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 to 2.5 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. ആ ഒരു മസാലയ്ക്ക് പാകമായിട്ടുള്ള പൊരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1-2 മിനിറ്റൊക്കെ ഒന്നങ്ങ് വറുത്തെടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് തണുത്തിരിക്കുന്ന പൊരിയൊക്കെ ആണെങ്കിലും ഈ ഒരു സമയത്ത് ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല കറുമുറ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലൊരു ഫ്ലേവറാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു കുബൂസാണ് എടുത്തിട്ടുള്ളത്. ഇനി കുബൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തി ആയാലും മതി കേട്ടോ. രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ വന്ന് ചപ്പാത്തി ഉണ്ടെങ്കിൽ അതൊന്ന് എടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ചപ്പാത്തിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുള്ളത് കുബൂസാണ്. ചപ്പാത്തി ആയാലും കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഇതുപോലെ നല്ല കട്ടി കുറച്ച് ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കി എടുക്കുക. അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് ഫ്രൈ ആവട്ടെ, അതായത് ആ നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഒന്നങ്ങ് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറി നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊരിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഈ ഒരു 2 കപ്പ് പൊരിയുടെ അളവിലേക്ക് ഒരു കുബൂസ് ഇതുപോലെ ഫ്രൈ ചെയ്ത് ഇട്ടാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. കൂടുതലും കുറവൊന്നും ഉണ്ടാവില്ല, ഒരു പാകത്തിന് അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും. പിന്നെ വലുതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ പൊരി ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കിയിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം നല്ല എയർടൈറ്റായിട്ടുള്ള കുപ്പിയിൽ അടച്ച് വെക്കുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ക്രിസ്പിയിൽ നല്ല കറുമുറാന്നുണ്ടാവും. മിച്ചറൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഇടയ്ക്കെടുത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കായിരിക്കും. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ മിച്ചറൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും, നല്ല കറുമുറാന്നുണ്ടാവും മൊത്തത്തിൽ. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്